എന്തുകൊണ്ട് റിയാസിനെ ഞങ്ങൾ ബിഗ് ബോസിലെടുക്കണം? നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, എനിക്ക് ഒരു നിർബന്ധമില്ല. എനിക്ക് വേറെ അവസരങ്ങളുണ്ട്. റിയാസ് സ്മാർട്ടാവാൻ നോക്കിയതാണെങ്കിൽ അതിവിടെ വേണ്ട, ഹൗസിനകത്ത് മതി. മേഡം, ഞാൻ എൻ്റെ ഉള്ളിലെ ഫയർ കാണിക്കുന്നതാണ്. എനിക്ക് സെലക്ട് ആയേ പറ്റൂ. ഫയറാണെന്ന് നമുക്കും കൂടി തോന്നണ്ടേ? അഭിനയമല്ല ഇവിടെ വേണ്ടത്. ഇൻ കേസ് റിയാസ് സെലക്ട് ആയി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ റിയാസ് എന്തായിരിക്കും ഫസ്റ്റ് ചെയ്യുന്നത്? ഞാൻ ആദ്യം തന്നെ എൻ്റെ കാറ് മാറ്റും. ബിഗ് ബോസും കാറും തമ്മിൽ എന്താണ് ബന്ധം? അഥവാ ഞാൻ സെലക്ട് ആയി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ തുടങ്ങും ചില യൂട്യൂബേഴ്സ്, ഇനി ബിഗ് ബോസ് താരങ്ങളുടെ കാറ് പരിശോധിക്കാം എന്ന് പറഞ്ഞു വരും. എൻ്റെ അടുത്താണെങ്കിൽ ഒരു പാട്ട് കാറുള്ളത്. ബിഗ് ബോസ് ഒരു മൈൻഡ് ഗെയിമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനു മുൻപ് ഏതെങ്കിലും മൈൻഡ് ഗെയിം കളിച്ച് എക്സ്പീരിയൻസ് ഉണ്ടോ? വിജയിച്ചിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. എല്ലാവരുടെയും മൈൻഡ് സ്ട്രെസ്ഫുൾ ആയ സമയമായിരുന്നു കോവിഡ് ടൈം. ആ സമയത്ത് ഞാൻ മൈൻഡിനെ റിലാക്സ് ആക്കിയത് മൈൻഡ് ഗെയിമിലൂടെ ആയിരുന്നു. ഒരുപാട് തവണ ഞാൻ വിജയിച്ചിട്ടുണ്ട്. ലുഡോ ആണോ റിയാസ്? അതെ. റിയാസ് ഫിറ്റ് അല്ലേ? മാഡം, ഫിസിക്കലി ഫിറ്റ് ആണോന്ന് എന്തിനെങ്ങനെ ചൂടാവുന്നേ? മാഡം, ഞാൻ എൻ്റെ ഉള്ളിലെ ഫയർ കാണിക്കുന്നതാണ്. എനിക്ക് സെലക്ട് ആയേ പറ്റൂ. ഇവിടെ വേറെ ആരും ഇല്ലേ ഓഡിഷൻ ചെയ്യാൻ? റിയാസ് വരുന്ന സീസണിൽ ഒരു കണ്ടസ്റ്റന്റ് ആയാൽ എന്ത് വ്യത്യസ്തതയാണ് കൊണ്ടുവരാൻ പറ്റുക? എൻ്റെ ഉള്ളിലെ ഫയർ തന്നെ. ഫയർ അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫ്ലവർ ഉണ്ട്. എനിക്ക് ഒരേ സമയം ഫയർ ആവാനും ഫ്ലവർ ആവാനും പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. റിയാസിന് എന്തൊക്കെ ടാലന്റ് ഉണ്ട്? അഖിൽ, കൺഫെഷൻ റൂമിലേക്ക് വരിക. അതുകൊള്ളാലോ, ബാക്കി പറയും. മാഡത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേര് പറയൂ. അനുമോൾ. അനുമോൾ, കൺഫെഷൻ റൂമിലേക്ക് വരിക. അതല്ല, ഇതിന്റെ ബാക്കി പറയൂ, അതാണ് കേൾക്കേണ്ടത്. എനിക്ക് ഇത്രേ അറിയുള്ളൂ. ആ കൺഫെഷൻ റൂമിലേക്ക് വരിക എന്ന് പറയുമ്പോൾ എനിക്കൊരു ബേസ് വരും. കൊള്ളാം. ഒരേ ഒരു ഡയലോഗ്. വേറെ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യോ? ആസിഫ് അലി. ആറ്റിങ്ങിലാണോ വീട്? ആറ്റിങ്ങിലാണ് വീട്. അതിവിടെ വേണ്ട. വരുന്ന സീസൺ 8 ബിഗ് ബോസ് ഹൗസിനകത്തുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ എന്തെങ്കിലും മാറ്റം വരണമെന്ന് റിയാസ് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് നാട്ടിലൊരു കച്ചവടമുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഡെയിലി ഒരു 5 മിനിറ്റും വീക്കെൻഡിൽ ഒരു 10 മിനിറ്റും ഫോൺ വിളിക്കാനുള്ള ഒരു അവസരം. അത് ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ ഇൻ ബിറ്റ്വീൻ മതി. വീക്കെൻഡിലാണ് എനിക്ക് കച്ചവടം കൂടുതൽ. അപ്പോൾ ആ ഒരു മാറ്റം, ആ ഒരു അവസരം എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നടക്കൂല. ഞാനൊരു ടാസ്ക് തരാം. വരുന്ന സീസണിൽ റിയാസിന് ബിഗ് ബോസ് ഷോയുടെ ഡയറക്ടർ ആവാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ റിയാസ് എന്തായിരിക്കും ആദ്യം ചെയ്യുക? ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം ഓഡീഷൻ പാനലിന് നിങ്ങളടുത്ത് മാറ്റും. ചോദ്യം അസാധുവാക്കിയിരിക്കുന്നു. ഈ വരുന്ന സീസണിൽ ലാലേട്ടൻ തന്നെയല്ലേ ഷോ ഹോസ്റ്റ് ചെയ്യണേ? അതെ. അല്ല, നിങ്ങളുടെ ജാട കണ്ടാത്തോന്നും നിങ്ങളാണ് ഹോസ്റ്റ് ചെയ്യണമെന്ന്. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ്. അപ്പോൾ എൻ്റെ സെലക്ഷൻ, എൻ്റെ തീ